ഇന്നെൻ്റെ വിശേഷം നിലയിൽ ഇന്ന് നമ്മുടെ ഫിഷ് ടാങ്കൊക്കെ വറ്റിക്കുന്ന ദിവസം കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ നമ്മൾ ഇതേപോലെ വൃത്തിയാക്കിയുള്ള ഒരു സ്ഥലത്തേക്ക് കേട്ടോ നമ്മൾ ഇവരെ ഇറക്കി കിടത്തുക. കാരണം ഇവർ കൂട്ടിൽ കയറ്റി കഴിഞ്ഞാൽ രാത്രിയിലാട്ടോ ഞാൻ ഈ ഭാഗമൊക്കെ വൃത്തിയാക്കിയിടുക. അപ്പോൾ അതേപോലെ ഇതാ വൃത്തിയാക്കിയിട്ട് ഇനി അവർ അയച്ചു വിട്ടു. ഇനി കുറച്ച് കഴിയുമ്പോൾ അവരുടെ മേള ഇവിടെ കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ സ്ഥലം നമ്മൾ ഈ കാണുന്ന പോലെ ആയിരിക്കില്ല കേട്ടോ, അതേപോലെ ആയിട്ടുണ്ടാവും. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് രാത്രിയിലത്തെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് ഇതാ എൻ്റെ അടുത്തേക്ക് കയറിയിട്ടുള്ളത് നമ്മുടെ മർഡോണയാണ്. എന്തൊക്കെയോ രാത്രിയിൽ നടന്ന കാര്യങ്ങൾ അവൻ്റെ ഭാഷയിൽ എന്നോട് പറയും. ഞാനത് മനസ്സിലാക്കിയ പോലെ കൊടുക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇതാ ഫിഷ് ടാങ്കിലത്തെ വെള്ളം നമ്മൾ തുറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ കുട്ടിപ്പട്ടാളങ്ങൾ ഒപ്പം എൻ്റെ കൂടെ നിൽക്കൂട്ടോ. നമ്മൾ എന്ത് ചെയ്യായാലും അത് പറമ്പിലേക്കൊന്ന് ഇറങ്ങി കിട്ടാനുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ടാട്ടോ അവർ നിൽക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കൂർക്കത്തലൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ ഈ കാണുന്നതാട്ടോ നമ്മുടെ വേപ്പ്, നന്നായിട്ട് നമുക്ക് വേപ്പ് പിടിച്ച് കിട്ടാറുണ്ട്. പിന്നെ അടുത്ത വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ഓറഞ്ച് ആയിരുന്നു കേട്ടോ. ഓറഞ്ചിൻ്റെ മരം ചെരിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മളത് വലിച്ച് കെട്ടിയപ്പോൾ ഒരു സമാധാനമായി. വേറെ കംപ്ലൈൻറ്റ് കേടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഓറഞ്ചിന്. പിന്നെ നമ്മുടെ ചിമ്പുട്ടനൊന്ന് പുറത്തേക്ക് ഇറക്കി അവനൊന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് മുറ്റത്തേക്ക് ഇറക്കൂട്ടോ. നമ്മളും കൂടി ഒപ്പിരിക്കണം. അതെല്ലാം നമ്മുടെ കണ്ണ് തെറ്റി അവൻ ഓടി രക്ഷപ്പെടണം പോലെയാണ്. കാരണം അവനിങ്ങനെ പാഞ്ഞ് നടക്കണം, പക്ഷെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ കയ്യിൽ കിട്ടി അവന് മാന്തി പൊളിക്കും കേട്ടോ. പിന്നെ അതാ നമ്മുടെ പേളി, നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഇവിടെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്ക് നമ്മുടെ ആ ഫിഷ് ടാങ്കിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഷായിട്ട് ആ ടാങ്കിലേക്ക് ഇറങ്ങി ടാങ്ക് വൃത്തിയാക്കൂട്ടോ. ആദ്യം അതിൽ കുറച്ച് ഈ മാവിൻ്റെ ഇലകളൊക്കെ കൊഴിയാറുണ്ട്, അപ്പോൾ അതൊക്കെ എടുത്ത് ആദ്യം കളയും. അപ്പോൾ ഇതാ ഷായിട്ട് 2-3 പ്രാവശ്യമായിട്ട് നമുക്കിതാ ഓരോ വട്ടവും നമ്മുടെ ഈ വലാട്ടോ, ഈ വല നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാട്ടോ. അപ്പോൾ ഇതേ അങ്ങനെ കോരിയിട്ട് ഷായിട്ട് കാണിച്ച് തരുന്നുണ്ട്. കൈകൊണ്ടൊന്നും പിടിക്കാൻ പറ്റില്ല. നമ്മുടെ ഫിഷ് ടാങ്കിലുള്ളത് വാള, പിലോപ്പി, ബ്രാല്, ഈ 3 തരം മീനുകളെയാട്ടോ നമ്മൾ വളർത്താറ്. ആദ്യം നമുക്ക് മറ്റേ നട്ടർ എന്ന് പറഞ്ഞൊരു മീനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അതില്ല. പിന്നെ നോക്കി നിറച്ച് മീനാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാങ്കിൽ ഒരു വട്ടാട്ടോ ഈ മീൻകുട്ടികളെ മേടിച്ചിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് മേടിച്ചിട്ടേ വന്നിട്ടില്ല. അവർ സ്വയം പാറ്റി അങ്ങനെ എപ്പോഴും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ ഫിഷ് ടാങ്കിൽ മീനുണ്ടായി കിട്ടാറുണ്ട്. ഒരു കേടോ ഒരു വേറൊരു കംപ്ലൈൻറ്റോ ഒന്നും വരാറില്ല കേട്ടോ. പിന്നെ ഈ വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ക്ലീനിങ്, അതേപോലെ ടാങ്കിൻ്റെ വലിപ്പം, കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ടാങ്ക് ഫിറ്റ് ചെയ്താണെന്ന് നോക്കി. അപ്പോൾ നോക്കി ഷായറിൻ്റെ കൈയുണ്ട്, അതിനേക്കാളും വലിപ്പത്തിലും വീതിയിലാട്ടോ നമ്മുടെ വാളയുടെ വീതിയാട്ടോ ഈ പറയുന്നത്. അത്രയും വലിപ്പമുള്ള മീനുകളാട്ടോ നമ്മുടെ ഈ ടാങ്കിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്രയൊക്കെ വിശേഷങ്ങളാണ് നമ്മുടെ മീനിൻ്റെ കാര്യങ്ങളിലുള്ളൂ. പിന്നെ ഷായിട്ട് ഒന്നുകൂടി കുറച്ചും കൂടി വിസ്താരമായിട്ട് നമുക്ക് മീനുകളൊക്കെ ഇതേ ഷായിട്ട് ക്യാമറ അടുത്തേക്ക് കൊണ്ടുപോയിട്ടാട്ടോ ഇതൊക്കെ കാണിച്ചു തന്നെ. മുകളിൽ നിന്ന് പിടിക്കുമ്പോഴേ അത്രയും ക്ലിയർ ആയിട്ട് കാണുന്നില്ല കേട്ടോ. ഞാനുണ്ടല്ലോ നോക്കിയാൽ ഒരു മീൻ പിടിച്ചിട്ട് കാണിച്ച് തരാം കേട്ടോ. എന്നിട്ട് ഈ മീനിൻ്റെ ബാക്കിലായിട്ട് ഞാൻ എൻ്റെ കൈപ്പത്തി ഒന്ന് വെക്കാം. അപ്പോൾ അറിയാം കേട്ടോ നമ്മുടെ മീനിൻ്റെ വീതി. എൻ്റെ കൈപ്പത്തി തീരെ ഇതാ പുറത്തേക്ക് കാണുന്നില്ല കേട്ടോ. അപ്പോൾ അത്രയും വീതിയുണ്ട്. എന്താ പറയുക, നല്ല വലിപ്പത്തിലും ഒക്കെ നമ്മുടെ ഈ ടാങ്കിൽ നമ്മുടെ മീനുകളൊക്കെ വളരുന്നുണ്ട് കേട്ടോ. നോക്കിയേ, കാരണം ഇവരെ കൈ കൊണ്ട് പിടിക്കാൻ നമുക്ക് പേടിക്കണം. കാരണം ഇവർക്ക് ഈ വാളയ്ക്ക് മുള്ളുണ്ട്. അപ്പോൾ ടാങ്കൊക്കെ കഴുകി വെള്ളമൊക്കെ നിറച്ചിട്ട് നമ്മുടെ കുട്ടിപ്പട്ടാളത്തെ ഒരാളത്തെ കൊണ്ടുവന്ന് ഞാൻ കാണിച്ച് കൊടുക്കണം.